കൊച്ചി പോക്സോ കേസിൽ പ്രതിയായ അധ്യാപകൻ ഒളിവിൽ. രാഷ്ട്രപതിയുടെ മികച്ച അധ്യാപകനുള്ള അവാർഡ് ലഭിച്ച ബാബു കെ ഇട്ടീര എന്നയാളാണ് പ്രതി. എറണാകുളം റൂറൽ പോലീസ് ജില്ലാ പരിധിയിലാണ് സംഭവം. വിവരങ്ങളുമായി അശ്വതി ചേരുന്നു. അശ്വതി, എന്തൊക്കെയാണ് വാർത്തയുടെ വിശദാംശം? അജി, കൊച്ചിയിലാണ് ഈ സംഭവം നടക്കുന്നത്. കൊച്ചിയിൽ എറണാകുളം റൂറൽ പോലീസ് ജില്ലാ പരിധിയിൽ മൂവാറ്റുപുഴ ഡിവൈഎസ്പിയുടെ അധികാര പരിധിയിലുള്ള പോലീസ് സ്റ്റേഷനിലാണ് ഇത്തരത്തിലുള്ളൊരു പരാതി വന്നിരിക്കുന്നത്. ഇയാൾ കൊച്ചിയിലെ തന്നെ ഒരു സ്കൂളിലെ പ്രധാന അധ്യാപകനായി വിരമിച്ച ആളാണ്. ഈ രാഷ്ട്രപതിയുടെ മികച്ച അധ്യാപകനുള്ള ദേശീയ പുരസ്കാരമൊക്കെ ലഭിച്ച ആളാണ്. പക്ഷേ ഇയാൾ വീട്ടിൽ ട്യൂഷൻ എടുക്കുന്ന സമ്പ്രദായമൊക്കെ ഉണ്ട്. ഇതിനിടയിലാണ് ഒരു കുട്ടിക്കെതിരെ അതിക്രമം ഉണ്ടായിരിക്കുന്നത്. കുട്ടിയുടെ മാതാപിതാക്കളാണ് ഇപ്പോൾ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. എന്നാൽ 2 ആഴ്ചയായി ഇയാൾ ഒളിവിലാണ്. ഇയാളെ പിടികൂടാനായിട്ട് ഇതുവരെ സാധിച്ചിട്ടില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം ഇയാൾക്ക് ഉന്നത ബന്ധങ്ങൾ ഉണ്ട് എന്നതാണ്. ഇയാൾക്ക് വേണ്ടിയുള്ള ഈ ബാബു കെ ഇട്ടീരയ്ക്ക് വേണ്ടിയുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. ഉന്നത സ്വാധീനമുള്ള ഇയാളുടെ ഒരു ബന്ധു ജുഡീഷ്യൽ സർവീസിൽ നിന്ന് വിരമിച്ചയാളാണ്. ഇദ്ദേഹമാണ് ഈ പ്രതിയെ സംരക്ഷിക്കുന്നത് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രതിയെ പിടിക്കാനായിട്ട് പോലീസിന് ഇതുവരെ സാധിച്ചിട്ടില്ല. 2 ആഴ്ചയായി ഇയാൾ ഒളിവിൽ തന്നെ കഴിയുകയാണ്. ഈ അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. ഇയാൾ മുൻകൂർ ജാമ്യത്തിന് വേണ്ടി ഹൈക്കോടതിയെ സമീപിക്കുകയാണ് എന്നുള്ള ഒരു വിവരവും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട എന്തായാലും വളരെ വേദനാജനകവും അതുപോലെ തന്നെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയുമാണ്. അതൊരു അധ്യാപകനിൽ നിന്ന്, അതായത് ഇത്രയധികം ആദരണീയനായ ഒരു അധ്യാപകനിൽ നിന്ന് ഇത്തരത്തിലുള്ള ഒരു വിഷയം ഉണ്ടാകുന്നു എന്ന് പറയുന്നത് തന്നെ നമുക്ക് വളരെ വേദനാജനകമായ ഒരു കാര്യമാണ്. അതുമാത്രമല്ല, ഇതിൽ ഉന്നത ഉദ്യോഗസ്ഥരടക്കമുള്ള ആളുകൾ ഇതിൽ ഇയാളെ സംരക്ഷിക്കുന്നു എന്ന് പറയുന്നതാണ് ഇതിൽ ഏറ്റവും വലിയ ഞെട്ടിപ്പിക്കുന്ന ഒരു വിഷയം. ഒരു കുട്ടിക്ക് നേരിടേണ്ടി വന്ന, പ്രത്യേകിച്ച് പോക്സോ കേസിൽ നിരവധി കാര്യങ്ങൾ, ആ കേസുമായി ബന്ധപ്പെട്ട് ഒക്കെ നിരവധി വിഷയങ്ങളുണ്ട്. അതായത് പഴുതടച്ചുള്ള നിരവധി ക്ലോസുകൾ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ പോക്സോ നിയമം തന്നെ ഇവിടെ ഏർപ്പാടാക്കിയിട്ട് രാജ്യത്ത് നിലനിൽക്കുന്നത്. എന്നിട്ടും ഇയാളെ പിടിക്കാനായിട്ട് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് വളരെ പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായ ഒരു വീഴ്ച തന്നെയാണ്. പക്ഷേ പോലീസ് ഈ വിഷയത്തിൽ അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. 2 ആഴ്ചയായി ഇയാൾ ഒളിവിലാണ്. നാട്ടിലടക്കമുള്ള ആളുകൾക്കൊക്കെ വളരെ സുപരിചിതനും അതുപോലെ തന്നെ ഈ അവാർഡ് കിട്ടിയതിന് ശേഷമൊക്കെ നാട്ടിൽ വലിയ രീതിയിലുള്ള ബഹുമാനമൊക്കെ ലഭിക്കുന്ന ഒരു അധ്യാപകനിൽ നിന്നാണ്. വിരമിച്ച ഒരു സ്കൂളിൻ്റെ പ്രധാന അധ്യാപകനാണ് ഇദ്ദേഹം. തുടങ്ങിയ ഒരുപാട് സവിശേഷതകൾ ഉണ്ടെങ്കിലും ഇദ്ദേഹത്തിൻ്റെ ഉന്നത സ്വാധീനം ഉപയോഗിച്ച്, ഉന്നത ബന്ധങ്ങൾ ഉപയോഗിച്ച് ഇപ്പോഴും ഇയാൾ ഒളിവിൽ കഴിയുകയാണ്. അതുതന്നെയാണ് ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം. ഈ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, പോക്സോ കേസുകളടക്കം നമുക്കറിയാം, ഒരു കുട്ടിയെ സംബന്ധിച്ച് വീടുകളിൽ സുരക്ഷിതമല്ല, അതുപോലെ തന്നെ സ്കൂളുകളിൽ മറ്റ് കേന്ദ്രങ്ങളിലൊക്കെ കുട്ടി പോകുന്ന കുട്ടിയെ സംബന്ധിച്ചിടത്തോളം, ഈ അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം മികച്ച അധ്യാപകനുള്ള പുരസ്കാരം വാങ്ങുന്ന ചിത്രങ്ങളടക്കമാണ് കേരള വിഷൻ ന്യൂസ് ഇപ്പോൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹമെന്ന് നമുക്ക് അദ്ദേഹത്തെ ഒരിക്കലും വിശേഷിപ്പിക്കാൻ കഴിയില്ല. പ്രതിയായ അധ്യാപകൻ, അദ്ദേഹം ചെയ്തത് വലിയൊരു തെറ്റാണ്. അശ്വതി, ഈ ചെറിയ കുട്ടികളെ ട്യൂഷൻ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ എന്ന് ഇയാളെ വിശേഷിപ്പിക്കാൻ പറ്റുമോ എന്ന് നമുക്ക് അറിയില്ല. അത്രത്തോളം സമൂഹത്തിൽ ഉന്നത ബന്ധമുള്ള ഈ പ്രതിയെ, പോക്സോ കേസിൽ ഉൾപ്പെട്ട ഈ പ്രതിയെ പിടികൂടുന്നതിൽ പോലീസിന്റെ ഭാഗത്ത് നിന്നും വീഴ്ച സംഭവിച്ചതായി നമുക്ക് കണക്കാക്കാൻ കഴിയുമോ? കാരണം കേരള വിഷൻ എക്സ്ക്ലൂസീവ് വാർത്തയാണ് ഇത്. വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ പോലീസിന്? അജി, തീർച്ചയായും അങ്ങനെ നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇത് എറണാകുളം കൊച്ചിയിലെ പുത്തൻകുരിശ് പോലീസ് സ്റ്റേഷനിലാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഈ പുത്തൻകുരിശ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്ന വിവരം, കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആ കേസുമായി ബന്ധപ്പെട്ട് അവർ അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. പക്ഷേ പോലീസിൽ നിന്നും നമുക്ക് അനൗദ്യോഗികമായി ലഭിക്കുന്ന വിവരവും ഇയാളുടെ ഉന്നത ബന്ധങ്ങളെക്കുറിച്ചുള്ളതാണ്. അതുകൊണ്ട് തന്നെ പോലീസ് അന്വേഷണം ഊർജിതമായി നടത്തിയാൽ മാത്രമേ ഇത്തരത്തിലുള്ള ആളുകളെ പുറത്തു കൊണ്ടുവരാൻ നമുക്ക് പോലീസിന് ആണെങ്കിലും സാധിക്കുകയുള്ളൂ. അത് മാത്രമല്ല, അതിനിടയിൽ മുൻകൂർ ജാമ്യം ലഭിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി പിടിയിലാകുന്നതിന് മുൻപ് സാധാരണഗതിയിലൊക്കെ പ്രതികൾ ചെയ്യുന്നത് പോലെ തന്നെ ഈ പോക്സോ കേസിൽ ഇയാളും ഈ പ്രതിയും മുൻകൂർ ജാമ്യം ലഭിക്കുന്നതിന് വേണ്ടി ഹൈക്കോടതിയെ സമീപിക്കുകയാണ്. അത്തരത്തിലുള്ള നീക്കങ്ങളാണ് ഇയാളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. കാരണം പോക്സോ കേസ് എന്ന് പറയുന്നത് വളരെ ഗുരുതരമായിട്ടുള്ള നിയമങ്ങളും അതുപോലെ തന്നെ ചട്ടങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നിരവധി ക്ലോസുകൾ ഉള്ളതാണ്. പുത്തൻകുരിശ് പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്.
നടന്നിരിക്കുന്നത് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഈ പുത്തൻകുരിശ് സ്റ്റേഷനിൽ ഈ വിഷയം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇത് കേസായി തന്നെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അത്തരത്തിലുള്ള ഈ പ്രധാന അധ്യാപകനായി വിരമിച്ച ഇയാൾക്കെതിരെ ഇയാൾക്ക് വേണ്ടിയുള്ള അന്വേഷണമാണ് ഊർജിതമാക്കുന്നത്. പക്ഷേ ഇതിനൊക്കെ തന്നെ ഉന്നത അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആളുകൾ, ഇയാളുടെ ബന്ധു ഒരു ജുഡീഷ്യൽ സർവീസിൽ നിന്ന് വിരമിച്ച ആളാണ്. ഇത്തരം ജുഡീഷ്യൽ സർവീസിൽ നിന്ന് വിരമിച്ച ആളുടെയൊക്കെ തണലിൽ ഈ പ്രതി നിൽക്കുന്നു എന്ന് പറയുന്നത് കേരളത്തെ സംബന്ധിച്ച് ലജ്ജാകരമായ ഒരു അവസ്ഥയാണ്. അത്തരത്തിലാണ് ഈ കേസ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഈ പിടി കൂടുന്നതിന് മുൻപുള്ള മുൻകൂർ ജാമ്യം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ പ്രതിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. ആ സമയപരിധിക്കുള്ളിൽ ഇയാൾ ഇപ്പോൾ ഒളിവിൽ കഴിയുകയാണ്. ആ സമയപരിധിയോടുകൂടി ഇയാൾ ഒളിവിൽ കഴിയുന്നതിനാണ് ഇയാൾ ശ്രമിക്കുന്നത്. അതായത് ജാമ്യം കിട്ടിയതിന് ശേഷം പുറത്തു വരുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങളാണ് പ്രതിയുടെ ഭാഗത്ത്. കേരളത്തിലെ മനസാക്ഷി ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് ഞങ്ങളുടെ കൊച്ചി ബ്യൂറോ ചീഫ് അശ്വതി മോൾ ഇട്ടി ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. രാഷ്ട്രപതിയുടെ മികച്ച അധ്യാപകനുള്ള അവാർഡ് മേടിച്ച പ്രതി പോക്സോ കേസിൽ പിടിയിലായി. അങ്ങനെ തന്നെ വിശേഷിപ്പിക്കാം. രാഷ്ട്രപതിയുടെ മികച്ച അധ്യാപകനുള്ള അവാർഡ് ലഭിച്ച ബാബു കെ ഇട്ടീര എന്ന പ്രതിയാണ് ഇപ്പോൾ ഒളിവിൽ പോയിരിക്കുന്നത്. എറണാകുളം റൂറൽ പോലീസ് ജില്ലാ പരിധിയിൽ പോക്സോ കേസിൽപ്പെട്ട പ്രതിയാണ് ഈ അധ്യാപകർക്കുള്ള വിശിഷ്ട അവാർഡ് മേടിച്ച ഈ പ്രതി. ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു അശ്വതി.